Hi, welcome to Lash Class. Calicut University second semester Advanced English Language Skills for Humanities-ലെ Still I Rise എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ് മായ ആഞ്ചലോ എഴുതിയിട്ടുള്ളൊരു പോയമാണ്. അമേരിക്കയിലെ വർണ്ണവിവേചനത്തെ അതിജീവിച്ച കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും സെലിബ്രേഷനാണ് ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. സ്റ്റിൽ ഐ റൈസ് ബൈ മായ ആഞ്ചലോ celebrates racial and gender pride of a black woman who has overcome systemic injustice. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ വർണ്ണവിവേചനത്തിൻ്റെ ഇൻജസ്റ്റിസ് അതിജീവിച്ച കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും സെലിബ്രേഷനാണ് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. ദ സ്പീക്കർ ഡയറക്ട്ലി അഡ്രസ്സസ് എൻ ഒപ്രസർ. ഇനി ഈ പോയം ഒരു ഒപ്രസറോട് സംസാരിക്കുന്നത് പോലെയാണ് എഴുതിയിട്ടുള്ളത്. അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, നമുക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ വെള്ളക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അനുമാനിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഒപ്രസറെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ആൻഡ് പ്രൊക്ലെയിംസ് ഹർ എബിലിറ്റി ടു റൈസ് എബവ് ഓൾ അറ്റംപ്റ്റ്സ് ടു ഡിമീൻ ഓർ സപ്രസർ. അവരെ അടിച്ചമർത്താനോ വില കുറച്ച് കാണാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവർ ഉയർന്നു വരുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഈ പോയത്തിനകത്ത് നടത്തുന്നത്. The poem begins by acknowledging efforts to distort her story with lies and grind her spirit into the ground. ഇനി പോയത്തിൻ്റെ തുടക്കത്തിൽ ഈ ഒപ്രസേഴ്സ് ആയിട്ടുള്ള ആളുകൾ നുണകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ചരിത്രത്തെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആൻഡ് ഗ്രൈൻഡ് ഹെർ സ്പിരിറ്റ് ഇൻ ടു ദ ഗ്രൗണ്ട്. തന്നെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് അവരുടെ പ്രവർത്തികൾ എന്ന് നമ്മുടെ സ്പീക്കർ പറയുന്നു. Despite these attempts, she asserts that she will rise inevitably like dust. എന്നാൽ എത്ര തന്നെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും കാറ്റിൽ ഉയർന്നു വരുന്ന പൊടി പോലെ താൻ വീണ്ടും വീണ്ടും ഉയർന്നു വരുമെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. She questions whether her sassiness provokes discomfort in her oppressors. അടുത്തതായിട്ട് തൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. സാസിനെസ് എന്നാണ് പറയുന്നത്. വളരെ പ്രൗഡായിട്ടുള്ള, അഭിമാനം നിറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് താൻ നടക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് തൻ്റെ ഒപ്രസേഴ്സിനോട് അവർ ചോദിക്കുന്നു. ആസ് ഷി വാക്സ് ലൈക്ക് സമ്മൺ വിത്ത് ഓയിൽ വെൽസ് ഇൻ ദെയർ ലിവിംഗ് റൂം. അവരുടെ അഭിമാനത്തോടു കൂടിയുള്ള നടപ്പിനെ അവർ ഉപമിക്കുന്നത് സ്വന്തമായിട്ട് എണ്ണപ്പാടങ്ങളൊക്കെയുള്ള ഒരാൾ നടക്കുന്നത് പോലെ എന്നാണ്. അത് അത്ര റിച്ച് ആയിട്ടുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡ് പോലെയാണ് ഇവർ നടക്കുന്നതെന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ഇറ്റ് ഈസ് സിമിലി ഫോർ ഹെർ പ്രൈഡ് ആൻഡ് സെൽഫ് വർത്ത്. അപ്പോൾ അത്രയും റിച്ച് ആയിട്ടുള്ള ഒരാളെ പോലുള്ള നടപ്പ് എന്നത് അവിടെ ഒരു സിമിലിയാണ്. അവരുടെ ആ ഒരു ആത്മാഭിമാനവും സെൽഫ് വർത്തുമാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. The speaker then aligns her determination with the natural rhythms of the world. അതിനുശേഷം തൻ്റെ നിശ്ചയദാർഢ്യത്തെ നാച്ചുറൽ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. Just as the sun rises and the moon follows its course, just as the tides move with certainty, she proclaims that her rising is equally inevitable. സൂര്യനും ചന്ദ്രനും ഓരോ ദിവസവും ഉദിച്ചു വരുന്നത് പോലെ, തിരമാലകൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത് പോലെ താനും വീണ്ടും ഉയർന്നു വരുമെന്നും അത് തടുക്കാൻ കഴിയില്ലെന്നും അവർ പ്രഖ്യാപിക്കുന്നു. She then addresses the oppressors' potential desire to see her broken. പിന്നീട് തൻ്റെ ഒപ്രസേഴ്സ് താൻ തകർന്നു പോയിരിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം അവർ പറയുന്നു. ഹെർ ഹെഡ് ബോവ്ഡ്, ഹെർ ഷോൾഡേഴ്സ് ഹെവി വിത്ത് ഡിസ്പയർ ആൻഡ് ഹെർ ഐസ് കാസ്റ്റ് ഡൗൺവേർഡ് ഇൻ സബ്മിഷൻ. തൻ്റെ കണ്ണുകളും തോളുകളും താഴ്ത്തി തല കുനിച്ച് നിൽക്കുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നവർ പറയുന്നു. Yet she rejects this image, standing tall and laughing like gold mines hidden in her backyard. എന്നാൽ ആ ഒരു ഇമേജ് അവർ നിരാകരിക്കുന്നു. മറിച്ച് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് സ്വർണ്ണഖനികൾ ഉള്ളതുപോലെയാണ് അവർ പൊട്ടിച്ചിരിക്കുന്നതെന്ന് അവർ പറയുന്നു. അനദർ സിമിലി ഫോർ ഹെർ പ്രൈഡ് ആൻഡ് സെൽഫ് വർത്ത്. നമ്മൾ നേരത്തെ എണ്ണപ്പാടങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ സ്വർണ്ണഖനികളുള്ള ഒരാളെ പോലെ അട്ടഹസിക്കുക എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെയും സെൽഫ് വർത്തിൻ്റെയും മറ്റൊരു ഉപമയായിട്ടാണ് നമ്മൾ കാണുന്നത്. The speaker maintains a resolve in the face of hostility. ഇനി തനിക്ക് നേരെ വരുന്ന വെറുപ്പുകൾക്കൊന്നും തന്നെ തകർക്കാൻ കഴിയില്ല എന്നവർ പറയുകയാണ്. വെദർ ഇൻ ഹേറ്റ്ഫുൾ വേർഡ്സ്, കട്ടിംഗ് ഗ്ലാൻസസ് ഓർ ഔട്ട്റൈറ്റ് മാലിസ്. വെറുപ്പുളവാക്കുന്ന വാക്കുകൾ കൊണ്ടോ തുറിച്ചു നോട്ടങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ തകർക്കാൻ കഴിയില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. She proclaims that she will rise as freely as air, refusing to be burdened by negativity.
താൻ എങ്ങനെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കാറ്റ് പോലെ സ്വതന്ത്രമായി വീണ്ടും ഉയർന്നു വരുമെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഷി ദെൻ ടേൺസ് ടു ഹെർ ഫിസിക്കൽ പ്രസൻസ്. അതിനുശേഷം തൻ്റെ ഫിസിക്കൽ പ്രസൻസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഷി അക്നോളജസ് ദാറ്റ് ഹെർ അൺഅപ്പോളജറ്റിക് സെൻഷ്വാലിറ്റി മൈറ്റ് അൺസെറ്റിൽ അതേഴ്സ്. അവരുടെ സെൻഷ്വാലിറ്റിയും സെക്ഷുവാലിറ്റിയും എല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം എന്നവർ പറയുന്നു. ഹെർ ഡാൻസ് ഈസ് ജോയസ് ആൻഡ് സെലിബ്രേറ്ററി ആസ് ദോ അഡോൺഡ് വിത്ത് ഡയമണ്ട്സ് ബിറ്റ്വീൻ ഹെർ തൈസ്. അവർ വളരെ സന്തോഷപൂർവ്വമാണ് നൃത്തം ചെയ്യുന്നത്. അവരുടെ കാലുകൾക്കിടയിൽ ഡയമണ്ട് ഇരിക്കുന്നത് പോലെയാണ് നൃത്തം ചെയ്യുന്നത് എന്നവർ ഉപമിക്കുന്നു. ദിസ് സിമിലി ബോൾഡ്ലി അസേർട്സ് ഹെർ പ്രൈഡ് ഇൻ ഫെമിനിൻ ഐഡന്റിറ്റി. നമ്മൾ നേരത്തെ കാണുന്ന സിമിലികൾ പോലെ അവരുടെ ഫെമിനൈൻ ഐഡന്റിറ്റിയിലുള്ള അഭിമാനമാണ് ഈ ഒരു സിമിലിയിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ പോയം എഴുതപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ത്രീകൾ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അങ്ങനെ ഉറക്കെ ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരിങ്ങനെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു ഇമേജ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ ആ സ്ത്രീത്വത്തെ അവർ അഭിമാനപൂർവ്വം ഉൾക്കൊള്ളുന്ന ഒരു സിമിലിയായിട്ടാണ് നമ്മളിവിടെ അത് കാണുന്നത്. The poem then shifts to a broader perspective. അതിനുശേഷം തൻ്റെ വ്യക്തിപരമായ വീക്ഷണത്തിൽ നിന്ന് ഒരു സാമൂഹികമായ വീക്ഷണത്തിലേക്ക് പോയം വരികയാണ്. The speaker rises not only for herself but for the history she carries. തനിക്ക് വേണ്ടി മാത്രമല്ല, താൻ ഉൾക്കൊള്ളുന്ന ചരിത്രത്തിന് കൂടി വേണ്ടിയാണ് താൻ ഉയർന്നു വരുന്നത് എന്നവർ പ്രഖ്യാപിക്കുന്നു. She emerges from the huts of history's shame. ചരിത്രത്തിൻ്റെ ലജ്ജയുടെ കുടിലുകളിൽ നിന്നാണ് താൻ ഉയർന്നു വരുന്നത് എന്നവർ പ്രഖ്യാപിക്കുന്നു. Representing generations of pain and oppression endured by her ancestors. നമ്മൾ പോയത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് താൻ ഉയർന്നു വരുന്നത് എന്നാണ് അവരവിടെ സൂചിപ്പിക്കുന്നത്. ഷീ കമ്പേഴ്സ് ഹെർസെൽഫ് ടു എ ബ്ലാക്ക് ഓഷ്യൻ. തന്നെ ഒരു കറുത്ത സമുദ്രത്തോട് അവർ ഉപമിക്കുകയാണ്. വാസ്റ്റ് ആൻഡ് പവർഫുൾ, സ്വെല്ലിംഗ് വിത്ത് ദ ടൈഡ്സ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ലീപ്പിംഗ് ഫോർവേഡ് വിത്ത് അൺസ്റ്റോപ്പബിൾ ഫോഴ്സ്. ചരിത്രത്തിൻ്റെ തിരമാലകൾ ഇങ്ങനെ അലയടിക്കുന്ന ഒരു കറുത്ത സമുദ്രമാണ് താൻ എന്നവർ പ്രഖ്യാപിക്കുന്നു. വീണ്ടും നമ്മളിവിടെ കാണുന്നത് അവർ വ്യക്തിപരമായിട്ട് മാത്രമല്ല ഉയർന്നു വരുന്നത്, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ മൊത്തം ഉയർച്ചയാണ് അവരിൽ കാണുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. The speaker leaves behind the dark nights of fear and terror that symbolize the oppressive past. ഇനി ഭീതിയുടെയും ഭീകരതയുടെയും കറുത്ത രാത്രികൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് താൻ ഉയർന്നു വരുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ കടന്നു പോവേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളെയാണ് അവരവിടെ സൂചിപ്പിക്കുന്നത്. ഷി റൈസസ് ടുവേർഡ് എ ഡോൺ ദാറ്റ് ഈസ് ക്ലിയർ ആൻഡ് ഫിൽഡ് വിത്ത് ഹോപ്പ്. പ്രതീക്ഷകൾ കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു പുലരിയിലേക്കാണ് താൻ ഉയർന്നു വരുന്നത് എന്ന് അവർ പറയുന്നു. She carries her ancestors' gift, dreams and hopes, and proudly proclaims she is fulfilling the dreams of the ancestors who suffered slavery and racial discrimination. തൻ്റെ പൂർവികരുടെ സമ്മാനങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം താൻ ഉൾക്കൊള്ളുന്നുണ്ട് എന്നവർ പ്രഖ്യാപിക്കുന്നു. അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയാണ് അവരവിടെ വീണ്ടും ഉയർത്തി കാണിക്കുന്നത്. The ancestors who suffered slavery and racial discrimination. അവർ അമേരിക്കയിൽ അടിമത്തം അനുഭവിച്ചിട്ടുള്ള തൻ്റെ പൂർവികരെന്നവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് നേരത്തെ തന്നെ അറിയുന്നതാണ്, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. Her rise is a culmination of their sacrifices and aspirations, making her both the result and the continuation of their strength. അപ്പോൾ അവർ ഉയർന്നു വരിക എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള മാത്രം ഉയർച്ചയല്ല, മറിച്ച് കാലങ്ങളായിട്ട് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് തൻ്റെ ഉയർച്ച എന്നവർ പ്രഖ്യാപിക്കുന്നു. In the final triumphant refrain, she repeats, I rise with a growing intensity. ഇനി ഐ റൈസ് അഥവാ ഞാൻ ഉയർന്നു വരും എന്നുള്ള ഒരു പ്രഖ്യാപനം ആവർത്തിച്ചുകൊണ്ടാണ് അവർ ഈ കവിത അവസാനിപ്പിക്കുന്നത്. ദീസ് വേർഡ്സ് അസേർട്ട് ഹെർ അൺവാവറിംഗ് ഡിറ്റർമിനേഷൻ ടു ഓവർകം എനി ഒബ്സ്റ്റക്കിൾ. അവരുടെ മുന്നിൽ വരുന്ന ഏത് തടസ്സത്തെയും അതിജീവിച്ചുകൊണ്ട് അവർ ഉയർന്നു വരുമെന്നുള്ള നിശ്ചയദാർഢ്യമാണ് നമ്മളവിടെ കാണുന്നത്. ഷീ കൺക്ലൂഡ്സ് ദ പോയം വിത്ത് ദിസ് ഡിക്ലറേഷൻ ഓഫ് റെസീലിയൻസ്, പ്രൈഡ് ആൻഡ് വിക്ടറി. അപ്പോൾ ഈ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായിക്കൊണ്ട് താൻ ഉയർന്നു വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഈ പോയം അവസാനിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ വർണ്ണവിവേചനത്തെ അതിജീവിച്ചുകൊണ്ട് അതെല്ലാം മറികടന്നുകൊണ്ട് ഉയർന്നു വന്ന കറുത്ത വർഗ്ഗക്കാരുടെ അഭിമാനത്തിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിൽ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ പ്രൈമറി ഇമോഷൻ ഓർ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ്ഡ് ബൈ ദ സ്പീക്കർ ത്രൂ ഔട്ട് ദ പോയം?
ഈ പോയത്തിൽ പ്രധാനമായിട്ടും എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇമോഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ പ്രൈമറി ഇമോഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ പോയം ഈസ് പ്രൈഡ്. പ്രൈഡ് അല്ലെങ്കിൽ അഭിമാനമാണ് പ്രധാനമായിട്ടും ഈ പോയത്തിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ദ സ്പീക്കർ എക്സ്പ്രസസ് ഡിറ്റർമിനേഷൻ ആൻഡ് പ്രൈഡ് ഇൻ ദ ഫേസ് ഓഫ് ഒപ്രഷൻ. തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ അവർ അഭിമാനവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കുന്നു. ഷി മെയിൻറ്റെയിൻസ് ആൻ അൺയീൽഡിംഗ് കോൺഫിഡൻസ് ഇൻ ഹെർ എബിലിറ്റി ടു റൈസ് അബവ് ചലഞ്ചസ്. വെല്ലുവിളികൾക്ക് മുകളിൽ ഉയർന്നു വരാനുള്ള അവരുടെ അചഞ്ചലമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഈ കവിതയ്ക്കകത്ത് പ്രകടിപ്പിക്കുന്നത്. Identify two similes used in the poem and explain their significance. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 സിമിലികൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് പറയുന്നത്. സിമിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽ റൈസ്. ഈ വരിയിൽ നമുക്ക് കാണാം ലൈക്ക് ഡസ്റ്റ്, പൊടി പോലെ ഞാൻ ഉയർന്നു വരും എന്നുള്ള രീതിയിൽ പൊടിയോട് ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സിമിലിയാണ്. കമ്പയർസ് ദ റെസിലിയൻസ് ടു ഡസ്റ്റ്, സിംബലൈസിങ് അവർ എബിലിറ്റി ടു റൈസ് നോ മാറ്റർ ഹൗ മച്ച് ഹി ഈസ് പുഷ്ഡ് ഔട്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ അവരെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ വീണ്ടും ഉയർന്നു വരും എന്നുള്ളതാണ് ആ ഒരു ഡസ്റ്റിനോടുള്ള കമ്പാരിസൻ്റെ സിഗ്നിഫിക്കൻസിൽ നമ്മൾ കാണുന്നത്. ഐ ലോഫ് ലൈക്ക് ഐ ഹാവ് ഗോട്ട് ഗോൾഡ് മൈൻസ് ഡിഗിങ് ഇൻ മൈ ഓൺ ബാക്ക് യാർഡ്. അടുത്ത ഒരു സിമിലി നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തമായിട്ട് സ്വർണ്ണഖനികൾ ഉള്ള ഒരാളെ പോലെ ഞാൻ അട്ടഹസിക്കുന്നു എന്ന ഒരു വരിയാണ്. എംഫസൈസസ് ഹർ ഇന്നർ വെൽത്ത് ആൻഡ് അൺഷേക്കബിൾ സെൽഫ് വർത്ത് വിച്ച് കനോട്ട് ബി ഡിമിനിഷ്ഡ് ബൈ അതേഴ്സ്. അപ്പോൾ സ്വന്തമായിട്ട് സ്വർണ്ണഖനികളുള്ള ഒരാളെ പോലെയുള്ള അട്ടഹാസം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സെൽഫ് വേർത്ത്, അവർക്ക് ഒരുപാട് സമ്പത്തല്ല ഉള്ളത്, മറിച്ച് ആത്മാഭിമാനമാണുള്ളത്. അപ്പോൾ ഒരുപാട് സമ്പത്തുള്ള ഒരാളെ പോലെ അട്ടഹസിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് സ്വന്തം ഈ ഒരു ആത്മാഭിമാനം കൊണ്ട് നേടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സിമിലിയുടെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. വാട്ട് ഡസ് ദ ഫ്രേസ് സ്റ്റിൽ ഐ റൈസ് സിംബലൈസ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് റെസീലിയൻസ്? ഇനി റെസീലിയൻസിൻ്റെ കണ്ടെക്സ്റ്റിൽ അഥവാ പ്രതിരോധത്തിൻ്റെ കണ്ടെക്സ്റ്റിൽ സ്റ്റിൽ ഐ റൈസ് എന്ന വരി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുന്നു. It symbolizes an unbreakable spirit and the determination to overcome adversity. അവർ നേരിടുന്ന അഡ്വേഴ്സിറ്റി അഥവാ പ്രതിബന്ധങ്ങൾ എന്താണെങ്കിൽ തന്നെയും അവയെല്ലാം നേരിടാനും അതിൽ നിന്ന് ഉയർന്നു വരാനുമുള്ള അവരുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ആ ഒരു വരിയിൽ നമ്മൾ കാണുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് ദി ഇനെവിറ്റബിലിറ്റി ഓഫ് ട്രയംഫ് ഡിസ്പൈറ്റ് ഒപ്രഷൻ. അപ്പോൾ അവരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്ക് എല്ലാം ഒടുവിൽ അവർ വീണ്ടും ഉയർന്നു വരും എന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു വരിയിൽ നമ്മൾ കാണുന്നത്. എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ ആം ദ ഡ്രീം ആൻഡ് ദ ഹോപ്പ് ഓഫ് ദ സ്ലേവ്. ഞാൻ അടിമയുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് എന്ന വരി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുന്നു. ദിസ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ആസ്പിറേഷൻസ് ഫോർ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. നമ്മൾ പോയതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവർ ഉയർന്നു വരിക എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് മാത്രമുള്ള ഉയർച്ചയല്ല, മറിച്ച് അമേരിക്കയിലെ അടിമത്തം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ഉയർച്ചയായിട്ടാണ് അവരിതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ അടിമയുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് എന്നുള്ള വരി കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ഷി സ്റ്റാൻഡ്സ് ആസ് എ ടെസ്റ്റമെന്റ് ടു ദെയർ സാക്രിഫൈസസ് ആൻഡ് എൻഡ്യൂറിങ് സ്ട്രെങ്ത്. അപ്പോൾ അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ള അവരുടെ ത്യാഗങ്ങളുടെ ഒക്കെ ഒരു ഫലമായിട്ടാണ് തൻ്റെ ഉയർച്ചയെ അവർ അവതരിപ്പിക്കുന്നത്. അതാണ് ഈ അടിമയുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഞാൻ എന്നുള്ള വരി കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇൻ വാട്ട് വേസ് ഡസ് ദ പോയം ചലഞ്ച് ദ സൊസൈറ്റൽ നോംസ് കൺസേണിങ് ഫെമിനിറ്റി? ഫെമിനിറ്റി അഥവാ സ്ത്രീത്വത്തെ സംബന്ധിച്ചിട്ടുള്ള സൊസൈറ്റൽ നോംസ്, സാമൂഹിക ചട്ടക്കൂടുകളെ എങ്ങനെയാണ് ഈ പോയം വെല്ലുവിളിക്കുന്നത്? ദ സ്പീക്കർ ഈസ് പോർട്രേഡ് ആസ് എ കോൺഫിഡൻറ്റ്, അസേർട്ടീവ് ആൻഡ് അൺഅപ്പോളജറ്റിക് വുമൺ. ഈ പോയത്തിനകത്തെ സ്പീക്കറെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള, പ്രൈഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ്. ദിസ് ഇമേജ് ഡിഫൈസ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഓഫ് വിമൻ ബീങ് പാസീവ് ഓർ മോഡസ്റ്റ്. അപ്പോൾ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള സമൂഹത്തിൻ്റെ ചട്ടക്കൂട്, പ്രത്യേകിച്ചും ഈ ഒരു പോയം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ അവരിങ്ങനെ അടങ്ങി ഒതുങ്ങി പാവമായിട്ടിരിക്കണം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ അത്തരം ഒരു സാമൂഹിക ചട്ടക്കൂടിനെ ഈ പോയം ഈ ഒരു ഇമേജിലൂടെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. The poem celebrates her traits like sassiness and haughtiness, emphasizing her self-worth and independence. ഇനി അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ് ഈ സ്പീക്കറുടെ
സാസിനെസ്, ഹോട്ടിനെസ്, അവരുടെ ഈ ഒരു അല്പം ധാർഷ്ട്യം നിറഞ്ഞിട്ടുള്ള അവരുടെ ഈ ഒരു പ്രൈഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ ഈ പോയത്തിനകത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകളെ വെല്ലുവിളിക്കുന്ന ഒരു ഇമേജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. The line "I loaf like I have got gold mines digging in my own backyard" highlights a rejection of societal constraints. ഇനി സ്വന്തമായിട്ട് സ്വർണ്ണഖനികളുള്ള ഒരാളെ പോലെ ഞാൻ അട്ടഹസിക്കുന്നു എന്നൊരു ലൈൻ ഈ പോയത്തിനകത്ത് വരുന്നുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെ അട്ടഹസിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പോയം എഴുതപ്പെട്ട കാലത്തുള്ള ആ ഒരു സാമൂഹിക കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കുന്ന ഒരു ഇമേജ് ആയിട്ടാണ് വരുന്നത്. The phrase "diamonds at the meeting of my thighs" asserts her ownership of her body and sensuality. ഇതുകൂടാതെ "diamonds at the meeting of my thighs" എന്നൊരു ലൈനും ഈ പോയത്തിനകത്ത് വരുന്നുണ്ട്. അത് അവരുടെ ഫെമിനിറ്റിയുടെയും സെൻഷ്വാലിറ്റിയുടെയും സെലിബ്രേഷൻ ആണെന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. The speaker redefines femininity by rejecting norms that associate it with shame or submission, empowering herself and others. അപ്പോൾ ഇത്തരത്തിൽ ഫെമിനിറ്റിയെ ഷെയിമിനോടോ സബ്മിഷനോടോ, അതായത് സ്ത്രീകൾ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പോയം എഴുതുന്നത്. അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ഇതുപോലെ ആത്മാഭിമാനമുള്ള, അട്ടഹസിക്കുന്ന, നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഇമേജുകളിലൂടെയാണ് ഈ പോയത്തിനകത്ത് വെല്ലുവിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം: How do the images related to natural phenomena reinforce the theme of resilience and the inevitability of rising? ഇനി നാച്ചുറൽ ഫിനോമിനയുടെ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രതിരോധത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും തീമുകൾ ഈ പോയത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്? The poem uses images of natural phenomena to highlight the theme of resilience and inevitability of the speaker's rise. അപ്പോൾ ഈ സ്പീക്കറുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും അതുപോലെ തന്നെ പ്രതിരോധത്തിൻ്റെയും തീമുകൾ നാച്ചുറൽ ഫിനോമിന ഉപയോഗിച്ച് അവതരിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഈ പോയത്തിൽ കാണാം. ഇമേജസ് ലൈക്ക് മൂൺ, സൺസ് ആൻഡ് ടൈഡ്സ് സിംബലൈസ് സ്പീക്കേഴ്സ് റെസീലിയൻസ് ആൻഡ് അൺവാവറിംഗ് സ്ട്രെങ്ത്. സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തിരമാലകൾ എന്നീ ഇമേജുകളാണ് അതിനു വേണ്ടിയിട്ട് ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ദീസ് നാച്ചുറൽ ഫിനോമിന റിഫ്ലക്ട് സൈക്കിൾസ് ഓഫ് റിന്യൂവൽ ആൻഡ് എൻഡ്യൂറൻസ്, എംഫസൈസിങ് ഹർ അൺസ്റ്റോപ്പബിൾ റൈസ്. ഇനി ഈ നാച്ചുറൽ ഫിനോമിന, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തിരമാലകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അത് സൈക്ലിക്കാണ്, അതായത് ആവർത്തിച്ച് വരുന്നതാണ്. ഓരോ ദിവസവും ആവർത്തിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് സൂര്യനും ചന്ദ്രനും തിരമാലയും. അതുപോലെ തന്നെ ഇവരും വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കും എന്നാണ് അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നത്. The comparison to moons and like suns conveys certainty and inevitability in overcoming challenges. ഇനി സൂര്യനോടും ചന്ദ്രനോടുമുള്ള ഈ ഒരു കമ്പാരിസൺ ഒരു സെർട്ടനിറ്റി അല്ലെങ്കിൽ ഇന്നെവിറ്റബിലിറ്റി ആണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അതായത് അത് തടുക്കാൻ കഴിയുന്ന ഒന്നല്ല, അതുപോലെ തന്നെ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും തന്നെയും തടുക്കാൻ കഴിയില്ല എന്നാണ് ആ ഒരു കമ്പാരിസൺ കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. Tides represent motion and progress, suggesting a strength as part of a universal rhythm. ഇനി തിരമാലകൾ എന്ന് പറയുന്നത് ഒരു ചലനത്തിൻ്റെയും വളർച്ചയുടെയും സിമ്പലായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. പ്രകൃതിയുടെ താളത്തിനൊത്ത് ചേർന്ന് നിൽക്കുന്നതാണ് തൻ്റെ കരുത്തും എന്നുള്ളൊരു സന്ദേശം ആ ഒരു ഇമേജിലൂടെ നൽകുന്നു. The imagery reinforces the idea that her resilience is as inherent and enduring as natural forces. അപ്പോൾ പൊതുവിൽ ഈ നാച്ചുറൽ ഫിനോമിനയുടെ ഇമേജുകളിലൂടെ നമ്മൾ കാണുന്നത് പ്രകൃതിയിലെ ശക്തികൾ പോലെയാണ് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പും, അതിന് നമുക്ക് തടുക്കാൻ കഴിയില്ല, നിങ്ങൾ എന്ത് പ്രതിബന്ധങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാലും തടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് സ്പീക്കർ അവതരിപ്പിക്കുന്നത്. How does the poem address the historical struggles of marginalized people? ഇനി പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ ചരിത്രത്തെ എങ്ങനെയാണ് ഈ പോയം അഡ്രസ് ചെയ്യുന്നത്? The poem highlights the history of slavery and systemic oppression faced by marginalized communities. അമേരിക്കയിലെ പാർശ്വവൽകൃത സമൂഹം അതിജീവിച്ചിട്ടുള്ള അടിമത്തത്തിൻ്റെയും അതുപോലെ വർണ്ണവിവേചനത്തിൻ്റെയും ചരിത്രം ഈ പോയത്തിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നു. The speaker identifies herself as the dream and the hope of the slave, fulfilling her ancestors' aspirations for freedom and equality. ഇനി ഈ പോയത്തിനകത്ത് സ്പീക്കർ താൻ അടിമകളുടെ പ്രതീക്ഷയും സ്വപ്നവും എന്ന രീതിയിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അവർ കാലങ്ങളായിട്ട് നടത്തി വന്നിട്ടുള്ള പോരാട്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും തുടർച്ചയാണ് തൻ്റെ ഈ ഒരു ഉയർച്ചയിൽ എന്നുള്ളൊരു സന്ദേശമാണ് ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. References to the huts of history's shame and a past that's rooted in pain evoke the suffering endured by enslaved people.
ഇനി അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അതിജീവിച്ചിട്ടുള്ള യാതനകളെ കുറിച്ചിട്ടുള്ള സൂചനകൾ ഈ പോയത്തിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഹഡ്സ് ഓഫ് ഹിസ്റ്ററി ഷെയിം എ പാസ്റ്റ് ദാറ്റ്സ് റൂട്ടഡ് ഇൻ പെയിൻ എന്നുള്ളത് അത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള പ്രയാസങ്ങളുള്ള സൂചനകളാണ്. By rising above this painful history, the speaker embodies their resilience and triumphs. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ചരിത്രത്തിൽ നിന്ന് കൂടിയാണ് താൻ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. The poem honors their sacrifices and asserts collective strength and hope for future progress. അപ്പൊ അത്തരത്തിൽ തൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും കൂടി ഉയർച്ചയാണ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നതിലൂടെ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അതിജീവിച്ചിട്ടുള്ള ഈ വർണ്ണവിവേചനത്തിന്റെ ഒരു ചരിത്രത്തെ കൂടി ഈ പോയത്തിനകത്ത് അഡ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം: The poem emphasizes resilience and empowerment in the face of oppression, celebrating the strength and determination of the speaker to rise above historical injustices and personal struggles. Explain. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രപരമായിട്ടുള്ള അനീതികളെ തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച ഒരാളുടെ ആത്മാഭിമാനത്തിൻ്റെ സെലിബ്രേഷനാണ് ഈ പോയത്തിനകത്ത് നടക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. Maya Angelou's Still I Rise is a powerful affirmation of resilience, where the speaker expresses her unwavering strength and determination to rise above both personal struggles and historical oppression. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയ ആഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്ന പോയത്തിനകത്ത് അവരുടെ പ്രതിരോധത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒരു സെലിബ്രേഷനാണ് നമ്മൾ കാണുന്നത്. അവരുടെ പേഴ്സണൽ സ്ട്രഗിൾസിനെയും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഈ ഒപ്രഷനെയും അവർ അതിജീവിക്കുന്നത് നമ്മൾ കാണുന്നു. The poem directly addresses efforts by oppressors to distort the speaker's identity and diminish her worth, yet she meets these attempts with unshakable confidence, asserting her ability to rise. ഇനി ഈ പോയത്തിനകത്ത് അവർ തൻ്റെ ഒപ്രസേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവർ തൻ്റെ ചരിത്രത്തെ വില കുറച്ച് കാണിക്കുവാനും തന്നെ അടിച്ചമർത്തുവാനും ശ്രമിക്കുകയാണെന്ന് അവർ പറയുന്നു. പക്ഷേ ഈ ശ്രമങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് താൻ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നൊരു ഇമേജാണ് ഈ പോയത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. The repetition of Still I Rise throughout the poem symbolizes the speaker's unyielding spirit, emphasizing that overcoming adversity is not just possible but inevitable. ഇനി ഈ പോയത്തിലുടനീളം സ്റ്റിൽ ഐ റൈസ് എന്നുള്ളൊരു പ്രയോഗം അവർ ആവർത്തിക്കുന്നുണ്ട്. അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു സിമ്പലാണ് അത്, നമുക്ക് അറിയാവുന്നതാണ്. ഇതുകൂടാതെ ഈ അഡ്വേഴ്സിറ്റിയെ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെ അവർ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, ഇനെവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒഴിവാക്കാൻ കഴിയാത്ത, തടയാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവരിതെല്ലാം അതിജീവിച്ച് ഉയർന്നു വരിക എന്നുള്ളൊരു അർത്ഥം ഈ ഒരു വരി ആവർത്തിക്കുന്നതിലൂടെ അവർ നൽകുന്നു. Angelo uses imagery of elements like dust, tides, moons and suns to symbolize the inescapable and cyclical nature of resilience, reinforcing the idea that the speaker's rise is as unstoppable as nature itself. ഇനി ഇതുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് നാച്ചുറൽ ഇമേജറി കൂടി അവർ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദിച്ചു വരവും അതുപോലെ തിരമാലകളുടെ ഉയർന്നു വരവും പോലെ പ്രകൃതിയിലെ ശക്തികളെ പോലെ തടുക്കാൻ കഴിയാത്തതാണ് തൻ്റെ ഈ ഉയർച്ച എന്നുള്ളൊരു ഇമേജ് ഈ പോയത്തിലൂടെ അവരെ അവതരിപ്പിക്കുന്നു. The speaker's rise is deeply connected to the legacy of historical injustice, particularly slavery. ഇനി അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച മാത്രമല്ല, ചരിത്രപരമായിട്ടുള്ള ഉയർച്ച കൂടിയാണ് എന്നുകൂടി ഈ പോയത്തിനകത്ത് അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അടിമത്തം അതിജീവിച്ചിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരുടെ ഉയർച്ചയാണ് തന്നിലൂടെ നടക്കുന്നത് എന്നവർ പറയുന്നു. She proclaims, "I am the dream and the hope of the slave, drawing strength from the collective struggle of marginalized communities." അടിമകളുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ് ഞാൻ എന്നുള്ളൊരു വരി അവർ ഈ പോയത്തിനകത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തുടർച്ചയാണ് തൻ്റെ ഉയർച്ച എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു പോയത്തിൽ നൽകുന്നത്. A core theme of the poem is the celebration of self-worth and individuality. ഇതുകൂടാതെ അവരുടെ ഐഡൻറ്റിറ്റിയുടെ കൂടി ഒരു സെലിബ്രേഷൻ ഈ പോയത്തിനകത്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. The speaker refuses to be silenced or diminished by societal expectations, boldly asserting traits such as haughtiness and sexiness, which are often seen as challenging or offensive by her oppressors. നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ ചട്ട
ചട്ടക്കൂടുകൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളികൾ കൂടി അവർ തൻ്റെ ഐഡൻറ്റിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഇതിൽ നടത്തുന്നുണ്ട്. അവരുടെ ഒരല്പം ധാർഷ്ട്യത്തോടു കൂടിയുള്ള അഭിമാനവും അതുപോലെ തന്നെ തൻ്റെ സെൻഷ്വാലിറ്റിയുടെയും സെക്ഷുവാലിറ്റിയുടെയും സെലിബ്രേഷൻ കൂടി സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകളെയും അതുപോലെ തന്നെ തൻ്റെ ഒപ്രസേഴ്സിനെയും ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നവർ പറയുന്നു. Still I Rise ultimately offers a message of empowerment, showing that strength emerges from adversity and that reclaiming one's voice and identity is key to overcoming oppression. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയുന്നത് എംപവർമെൻറ്റിൻ്റെ ശാക്തീകരണത്തിൻ്റെ ഒരു സന്ദേശമാണ്. നമ്മൾ നേരിടുന്ന പ്രതിബന്ധങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കാനുള്ള പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതും നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റിയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രതിരോധത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ളൊരു മെസ്സേജും ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നു. ദ പോയം ഇൻസ്പയേഴ്സ് ദോസ് ഹു ഫേസ് സ്ട്രഗിൾസ്, ക്രിയേറ്റിംഗ് എ യൂണിവേഴ്സൽ മെസ്സേജ് ഓഫ് ഹോപ്പ്, പെർസീവറൻസ് ആൻഡ് പേഴ്സണൽ ട്രയംഫ്. അത്തരത്തിൽ ഐഡൻറ്റിറ്റിയുടെയും അതുപോലെ തന്നെ റെസീലിയൻസിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒരു ഹോപ്പ് വായനക്കാർക്ക് നൽകുന്ന ഒരു പോയമായിട്ട് നമുക്ക് ഈ സ്റ്റിൽ ഐ റൈസ് എന്ന മായ ആഞ്ചലോയുടെ പോയത്തിനെ കാണാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ സ്പീക്കേഴ്സ് പോർട്രയൽ ഓഫ് ഹെർസെൽഫ് വിത്ത് ദി ഇംപ്ലൈഡ് പോർട്രയൽ ബൈ ഹെർ ഒപ്പോസേഴ്സ് ഇൻ സ്റ്റിൽ ഐ റൈസ്. ഈ പോയത്തിനകത്ത് സ്പീക്കർ തൻ്റെ ഇമേജ് സ്വയം അവതരിപ്പിക്കുന്നതും അവരുടെ ഒപ്രസേഴ്സ് അവരുടെ ഇമേജ് ഏത് രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. In Still I Rise, the speaker presents herself as a resilient, confident and empowered woman. ഈ പോയത്തിനകത്ത് സ്പീക്കർ തൻ്റെ ഇമേജ് അവതരിപ്പിക്കുന്നത് ഒരു കോൺഫിഡൻ്റ് ആയ എംപവേർഡ് ആയിട്ടുള്ള വുമൺ എന്ന രീതിയിലാണ്. ഷി റിജക്ട്സ് ദി അറ്റംപ്റ്റ്സ് ടു ഡിഫൈൻ ഹെർ ത്രൂ ദ ലെൻസ് ഓഫ് ഒപ്രഷൻ. തൻ്റെ ഒപ്രസേഴ്സ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലെൻസിലൂടെയുള്ള ഇമേജ് അവർ നിരാകരിക്കുന്നു. The opposers in contrast aim to paint the speaker as submissive and defeated. പരാജയപ്പെട്ടു നിൽക്കുന്ന, കീഴടങ്ങി നിൽക്കുന്ന ഒരാളായിട്ടാണ് ഒപ്രസേഴ്സ് ഇവരെ കാണാൻ ആഗ്രഹിക്കുന്നത്. They attempt to suppress her spirit with bitter, twisted lies and visualizing her as broken and subjugated. ഇവരുടെ ചരിത്രത്തെ നുണകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വില കുറച്ച് കാണിക്കുവാനും അതുപോലെ ഇവരെ അടിച്ചമർത്തുവാനും അതുപോലെ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഒരാളായിട്ട് കാണാനുമാണ് ഇവരുടെ ഒപ്രസേഴ്സ് ആഗ്രഹിക്കുന്നത്. The oppressors expect the speaker to conform to a narrative of weakness, characterized by a bowed head and lowered eyes, intending to erase her power and individuality. ഇനി ഇവരുടെ ഒപ്രസേഴ്സ് ഇവരെ കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ തല കുനിച്ചുകൊണ്ട് കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ്. അവരുടെ ഈ ഒരു പവറും ഇൻഡിവിജ്വാലിറ്റിയും എല്ലാം ഇല്ലാതാക്കിയിട്ടുള്ള കീഴടങ്ങി നിൽക്കുന്ന ഒരു ഇമേജിൽ അവരെ കാണാനാണ് അവരുടെ ഒപ്രസേഴ്സ് ആഗ്രഹിക്കുന്നത്. However, the speaker firmly rejects this imposed image, instead asserting her own strength and self-worth, declaring, "Still like dust, I will rise," highlighting her resilience and inner power. എന്നാൽ ഈ ഒരു ഇമേജിനെ നമ്മുടെ സ്പീക്കർ റിജക്റ്റ് ചെയ്യുന്നു. മറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രെങ്ത്തിൻ്റെയും സെൽഫ് വർത്തിൻ്റെയും ഒരു ഇമേജാണ് അവർ അവതരിപ്പിക്കുന്നത്. തന്നെ അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് താൻ വീണ്ടും വീണ്ടും ഉയർന്നു വരും എന്നവർ പ്രഖ്യാപിക്കുന്നു. She further reinforces her self-assurance by comparing her untapped potential to oil wells and gold mines, emphasizing her unbreakable spirit and worth. ഇനി തൻ്റെ ഈ ഒരു സെൽഫ് വർത്തിനെ അവർ ചില സിമിലികൾ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എണ്ണപ്പാടങ്ങളും സ്വർണ്ണഖനികളുമുള്ള ഒരാളെ പോലെയാണ് താൻ നടക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നത് എന്നവർ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിമിലികളിലൂടെ തൻ്റെ സെൽഫ് വർത്തിനെ അവരവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. The speaker also challenges conventional views of femininity. ഇതുകൂടാതെ സ്ത്രീത്വത്തെക്കുറിച്ചിട്ടുള്ള സമൂഹത്തിൻ്റെ പരമ്പരാഗത വീക്ഷണങ്ങളെ കൂടി അവർ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. She celebrates her sensuality with imagery like diamonds at the meeting of my thighs, transforming what her opposers might see as offensive into a source of pride. ഡയമണ്ട്സ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് മൈ തോയ്സ് എന്ന എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പാരഗ്രാഫ് ഫസ്റ്റിൽ സൂചിപ്പിച്ചതാണ്. അത്തരത്തിലുള്ള എക്സ്പ്രഷൻസിലൂടെ അവരുടെ ഫെമിനിറ്റിയുടെയും സെൻഷ്വാലിറ്റിയുടെയും കൂടി സെലിബ്രേഷനുള്ള ഒരു ഇമേജാണ് അവരവിടെ അവതരിപ്പിക്കുന്നത്. While the opposers aim to impose an image of defeat, the speaker reclaims her identity and sense of pride.
അവരുടെ ഒപ്പസേഴ്സ് അവർ പരാജയപ്പെട്ട് നിൽക്കുന്ന, തല കുനിച്ച് നിൽക്കുന്ന ഒരു ഇമേജ് കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തല ഉയർത്തി നിൽക്കുന്ന, അട്ടഹസിക്കുന്ന ഒരു ഇമേജാണ് നമ്മുടെ സ്പീക്കർ അവതരിപ്പിക്കുന്നത്. ലിങ്കിങ് ഹർ പേഴ്സണലൈസ്ഡ് എൻഡ്യൂറിംഗ് ലെഗസി ഓഫ് ഹർ ആൻസസ്റ്റേഴ്സ് സ്ട്രഗിൾസ്. ഇതുകൂടാതെ അവരുടെ ഉയർച്ച എന്ന് പറയുന്നത് അവരുടെ പൂർവികരുടെ സ്ട്രഗിൾസിൻ്റെ തുടർച്ചയാണ് എന്നൊരു ഇമേജ് കൂടി അവരവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒപ്പസേഴ്സ് അവരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും അവർ സ്വയം ചിത്രീകരിക്കുന്നതുമായിട്ടുള്ള ഇമേജസ് തമ്മിലെ ഡിഫറൻസ് നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്